ചങ്കുകളെ നമസ്കാരം. ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് കഴിഞ്ഞെങ്കിലും ചില ആൾക്കാരുടെ പുഴുക്കുത്തുകളൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഏതായാലും അനീഷിന് കിട്ടിയ ഭാഗ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടു. അതായത് അനീഷിന് മൈജിയുടെ സമ്മാനങ്ങൾ കിട്ടുന്നു, പിന്നെ ജനങ്ങളുടെ ആവേശകരമായ സ്വീകരണങ്ങൾ കിട്ടുന്നു, അതുപോലെ തന്നെ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വീടുകൾ കിട്ടുകയാണ്. ഇതൊക്കെ കിട്ടുമ്പോൾ ചൊറിച്ചലെഴുതുന്ന ഒരേ ഒരാളുണ്ട്, അത് വേറെ ആരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുവരെ അനീഷിനെ സപ്പോർട്ട് ചെയ്തേ അവസാന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളടുത്തേക്ക് ഫ്ലൈറ്റ് മാറ്റിയ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരാളുണ്ട്. അയാളാണ് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻ്റെ എല്ലാമാണെന്ന്. ചില സമയത്ത് പറയും ബിഗ് ബോസിനെ എനിക്ക് കണ്ടുകൂടാന്ന്. അതായത് ഇതുപോലൊരു അവസരവാദിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാലോ, അയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഏതുവരെയും പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ആരെയുമല്ല പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട ത്വാത്വിക അവലോകനമായ അഖിൽ മാരാറെ പറ്റി തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജയത്തിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ ഇത് ജയിക്കാനും അദ്ദേഹത്തിന് എന്തെങ്കിലും നേട്ടം കിട്ടാനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആരാധകരെ സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഈ മഹാമാന്യൻ ആരെ വേണമെങ്കിലും അവഹേളിക്കും, ആരെ വേണമെങ്കിലും ഇവനിങ്ങനെ വലിച്ചൊട്ടിക്കും, ആരെ വേണമെങ്കിലും ഇവനിങ്ങനെ ഭിത്തിയിലൊട്ടിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ അഖിൽ മാരാറ്. മാരാറുടെ കുറെ ഫാനീസും ഉണ്ട്. മാരാറ് പറയുന്ന പോലെ മാരാറ് വളർത്തിയ കുറെ പിആറുകളുണ്ട്. മാരാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മേമാർ കട്ട് ചെയ്തിട്ടിടും. ആ പടുക്കട്ട് ഒന്ന് അവിടെ കിടക്കട്ടെ, ഒന്ന് ഇവിടെ കിടക്കട്ടെ എന്ന്. അതുപോലെ തന്നെ മാരാരുടെ തട്ട് താണ് തന്നെ ഇരിക്കും എന്ന് പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഇയാൾ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇയാൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞ ആ പാപം പിടിച്ച റോബിന്റെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടാണ് ഈ ബിഗ് ബോസിൽ കയറിയ മഹാൻ. എന്നിട്ട് ഇപ്പോഴും പറയാ റോബിനാണ് നല്ലത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരവും പറയും, ഞാൻ എന്തു കളിക്കും എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ മാരാറ്. അതായത് ഇവൻ പറഞ്ഞത് തന്നെ എന്താ, ഞാൻ ലുലു മാളിന്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാലും തുണിപൊക്കി കാണിച്ച് നിന്ന് കഴിഞ്ഞാലും ഞാൻ ബിഗ് ബോസിൽ പോകില്ല എന്ന് പറഞ്ഞു. ബിഗ് ബോസിൽ പോകുന്നു, ബിഗ് ബോസിൽ പോയിട്ട് ഇയാളുടെ എല്ലാ ഇതും എടുക്കുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇയാൾക്ക് വേണ്ടി പ്രവർത്തിച്ച പിആറുകൾ, ആ പിആറുകൾ തന്നെയാണ് ഇപ്പോഴും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അനുമോൾക്കും എല്ലാവർക്കും പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇതിനൊന്നൊരു മാറ്റമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കാര്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇയാളെന്നല്ലടോ പണ്ട് മറ്റേ ഇവരെന്നല്ലേ പണ്ട് അല്ല ഈ ടീമല്ലേ പണ്ട് മാരാറി സപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാകും. അപ്പൊ അങ്ങനെ പിആറുകൾ എല്ലാവരെയും വെച്ച് ആശുപത്രിയിൽ പോയി വന്നതിന് ശേഷം എന്ന് പറഞ്ഞ് ഇയാളുടെ ഗെയിം നമ്മൾ കണ്ടതാണ്. അതുമാത്രമല്ല ഇയാൾ അവിടുത്തെ മാന്യനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ മാന്യത എന്താണെന്ന് ആ ഗെയിം കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. റെനീഷയോട് ചോദിച്ചത് എന്താണെന്നറിയാം, അട്ടപ്പാടി മധുവിനെ പറ്റി പറഞ്ഞ എന്താണെന്നറിയാം. അങ്ങനെ പല തരത്തിലെന്ന് പറഞ്ഞ ഇയാൾ പലരെയും പലതും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ സഹിച്ചിട്ട് ജനങ്ങൾ വോട്ട് കൊടുത്ത് ഇയാൾ ജയിപ്പിച്ചു എന്നാണ് ഇയാൾ പറയുന്നത്. ഒരു തേങ്ങാക്കൊലയില്ല, വോട്ട് അടിച്ചു കയറ്റിയിട്ട് ഇയാൾ ജയിച്ചതാണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പിആറുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ വോട്ടടിച്ച് കയറ്റാലോ. അതുകൊണ്ട് അങ്ങനെ ജയിച്ചത് തന്നെ, അല്ലാതെ വലിയ വിജയമൊന്നുമില്ല. ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഈ മഹാൻ പറഞ്ഞു ഇതിൻ്റെ അകത്തേക്ക് പെൺകുട്ടികളെ കയറ്റുന്നത് ഇങ്ങനെയാണ്, പെൺകുട്ടികളെല്ലാം വരുന്നത് ഇങ്ങനെയാണ്. അപ്പോഴേക്കും തന്നെ പെൺസിംഹങ്ങൾ ഉണർന്നു. പെൺസിംഹങ്ങൾ ഇയാൾക്കെതിരെ പോയി. പക്ഷേ ഇയാളെടുക്ക് എത്തുമ്പോഴേക്ക് പെൺസിംഹങ്ങളെല്ലാം ഇങ്ങനെ എന്തുകൊണ്ടാ ഇയാൾ എന്താ വെച്ചാൽ ഇയാളെല്ലാവരെയും പരിധിയിലാക്കും. ഇയാൾ എന്താ വെച്ചാൽ അവിടെ നിൽക്കുന്ന പോലെ അവിടെ നിൽക്കാൻ ആളുണ്ട്. അങ്ങനെയാണ് ഇയാൾ പറയുന്നത്. ചില ആൾക്കാരൊക്കെ ഉണ്ടാകാം, പക്ഷെ കേരളത്തിലെ ജനങ്ങൾ മൊത്തമില്ല. ഇനി ബിഗ് ബോസിൽ ഇയാളൊരു കാര്യം കേൾക്കണോ, ആ ഷിജു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, വല്ല സീരിയലും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അയാൾ ഈ കഷ്ടകാലത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ ബിഗ് ബോസ് പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ടേ, ഒരു വഴിപോക്കനായിട്ട് പോലും ഒരു സീരിയലിൽ വിളിച്ചിട്ടില്ല, ഒരു വഴിപോക്കനായിട്ട് പോലും ഒരു സിനിമയിൽ വിളിച്ചിട്ടില്ല. അയാളോട് എന്താ പറഞ്ഞതെന്നറിയാം, ഞാൻ സിനിമ എടുക്കും, ആ സിനിമയിൽ നിങ്ങൾ ഞാൻ വലിയ നിലയിലെത്തിക്കുമെന്ന്. ഈ മാരാർക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ കിട്ടിയത് എപ്പാന്നറിയാം, 2 കൊല്ലം കഴിഞ്ഞതിൻ്റെ എപ്പാ കിട്ടീനി. പണി എന്ന് പറയുന്ന സിനിമയല്ല, അതിൻ്റെ ഉണ്ടായിരുന്നു എല്ലാം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ജോജു ജോർജ് അടിച്ചു ഓടിച്ചേനെ. അത് മാത്രവുമല്ല ഇപ്പോഴും കിട്ടിയിരിക്കുന്ന മുള്ളംകൊല്ലി എന്ന് പറയുന്ന ആ സംഭവം, അതിൻ്റെ അകത്ത് അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ആകുന്ന കളി കളിച്ചു. പക്ഷേ പിആർ ടീമിനെ കൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ പറ്റൂല. കാരണം ഇതിന് ടിക്കറ്റ് എടുത്തിട്ട് ആൾക്കാർ ഉള്ളിൽ കയറണ്ടേ. ആൾക്കാർ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ ഇയാൾക്ക് പിന്നെ സിനിമ വിജയിക്കത്തുള്ളൂ. അതിന്റെ കഥ ഞാൻ വേറെ എന്ന് പറയാം, അത് പിന്നീട് വരുന്നുണ്ട്. ഏതായാലും അതും രക്ഷയില്ല. അതുകൊണ്ട് ഇത് പിന്നീട് എന്ന് പറഞ്ഞ് ഇയാൾ ആ സിനിമയെ കുറ്റം പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനെ ഇനി ഞാൻ അങ്ങോട്ട് മരിച്ചാലും ഇല്ല എന്ന് പറയുന്ന ബിഗ് ബോസിലേക്ക് ഇയാളുടെ സിനിമയുടെ എൻട്രിക്ക്, അതായത് സിനിമ റിലീസിന് മുന്നോടിയായിട്ടുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് ഇയാൾ പോയിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ കാല് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇയാൾ അതിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും ഇപ്പോഴും ബിഗ് ബോസിനെതിരെയാണെന്നാണ് എനിക്ക്
എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ മഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ ആദ്യമൊക്കെ അനീഷിനെ ഭയങ്കരമായിട്ട് ഇതാക്കലാണ്. 2 ദിവസം മുമ്പ്, അതായത് ഈ ബോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ 2 ദിവസം മുമ്പ് ഈ മഹാൻ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് വേണ്ടിയിട്ട് ഫ്ലൈറ്റ് മാറ്റുകയും അനീഷിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയും തിരിച്ച് പറയില്ല എന്നുള്ള ഒറ്റ ധൈര്യം കൊണ്ട് നെവിൻ എന്ന് പറയുന്നയാളുടെ തന്തയ്ക്ക് വിളിക്കുകയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പി എന്ന് പറയുന്നവൻ അനുമോളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴേ ഈ തൊപ്പി എന്ന് പറയുന്നത് ഈ തൊപ്പി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞില്ല കഥകൾ പറയുമ്പോഴും പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാരാരുടെ തട്ടിപ്പം താണ് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വല്ല കരിങ്കലങ്ങാറ്റും കയറ്റി വെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് യാതൊരു വിധത്തിലുള്ള നിലപാടും ഇല്ലാത്ത സമൂഹത്തിന് ഒരു ഗുണവുമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ഈ മാരാർ എന്ന് പറയുന്ന മഹാൻ. അയാൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു ചില്ലു കൊട്ടാരത്തിൽ തന്നെയാണ്. അതായത് അയാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തകരുന്ന ഒരു കൊട്ടാരം തന്നെയാണ്. ഏത് നിമിഷവും തന്നെ താഴെ വീണ് ഉടഞ്ഞു പോകും. അല്ലാതെ അയാൾ വലിയ ഭൂകമ്പവും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. അയാളെ വില വെക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാക്രി പിള്ളേർ മാത്രമാണ്. അല്ലാതെ ഒരു മനുഷ്യന്മാരും ഈ ചെങ്ങായിനെ വില വെക്കുന്നില്ല. ഈ ചെങ്ങായി പലപ്പോഴും എന്ന് പറഞ്ഞാൽ കരിയേണ്ടെടുക്ക കരിയും, ചിരിക്കേണ്ടെടുക്ക ചിരിക്കും, പിന്നെ കാല് പിടിക്കേണ്ടെടുക്ക കാല് പിടിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതം ഈ അനീഷിനോട് നല്ല രീതിയിലുള്ള ശത്രുത തോന്നും. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇയാൾക്കുള്ള അസൂയ എന്താ വെച്ചാൽ ഈ അനീഷിന് ഇത്രയും പദവികളും സ്ഥാനങ്ങളും ഇതൊക്കെ കിട്ടുമ്പോഴേ അയ്യോ എൻ്റെ പദവി പോകുമോ എന്നുള്ളൊരു ഭയം ഇയാൾക്ക് നല്ല രീതിയിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ മത്സരാർത്ഥിന് ഒരു പ്രശ്നമില്ല. ഈ വർഷത്തെ മത്സരാർത്ഥിയിൽ എന്ന് പറഞ്ഞ കുറച്ച് പ്രശ്നം എന്ന് പറയുന്നത് അനീഷ് തന്നെയാണ്. അനീഷ് തൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ഭയം മാരാർജിക്ക് നല്ല രീതിയിലുണ്ട്. പിന്നെ ഈ ആശാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തള്ളുകളാണ്. ആ തള്ളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് എന്താ വെച്ചാൽ പെട്രോൾ അടിക്കാൻ തന്നെ എനിക്ക് ലക്ഷങ്ങൾ വേണം. ഇതൊക്കെ ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ അമ്മച്ചിയോട് തൊഴിലുറപ്പിന് പോണ്ട അമ്മച്ചി എന്ന് പറയാൻ ഇയാൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം പറയത്തൂല്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ആ പാവങ്ങൾ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. അപ്പോഴും മാരാറ് പറയും ഞാൻ പറഞ്ഞില്ലേ ഈ തൊഴിലുറപ്പിന് പോകുന്നതോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതോ ഒരു പ്രശ്നമല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ മാരാറ് വേണമെങ്കിലും മാരാർക്ക് പറയാം അമ്മേ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, ഇനി വീട്ടിലിരുന്നൂടെ എന്ന് പറയാം. പക്ഷെ പറയില്ല. അപ്പോഴൊക്കെ മാരാറ് പറയുന്ന ഒരു കാര്യമുണ്ട്, ജോലി ചെയ്ത് ജീവിക്കണം. ഒരു കാര്യം മനസ്സിലാക്കി എൻ്റെ പൊന്നുമക്കൾ, ഇതൊന്നും ഒരാൾ ഒരു ഇതായിട്ട് എടുക്കരുത്. ആണ് ഒരു 50-55 വയസ്സ്, അതായത് നമ്മൾ മക്കൾക്കെല്ലാം പണി കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം അമ്മമാരോട് പറയാം നിങ്ങൾ വിശ്രമിച്ചോളൂ. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ അവർ കളഞ്ഞാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലം അങ്ങോട്ട് തണലായിട്ട് നമ്മൾ മാറുകയാണ് വേണ്ടത്. അല്ലാതെ ഇയാളുടെ വാക്കും കേട്ടിട്ട് നമ്മളെല്ലാവരും അമ്മമാരെ തൊഴിലുറപ്പിന് വിടുവല്ല വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ജോലി ചെയ്ത് ജീവിക്കുന്നത് ശരിയാണ്, പക്ഷെ ഇത്രയും കാലം അവർ ജോലി ചെയ്തിട്ട് തന്നെ ജീവിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും അവർക്കൊരു സുഖ സൗകര്യം വേണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അനീഷിനോട് ഇയാൾക്ക് ഇപ്പോഴും ഭയങ്കരമായ വൈരാഗ്യവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അസൂയയും കൊണ്ട് ഇയാൾ നടക്കുകയാണ്. കാരണം വേറെയൊന്നുമല്ല, ഇത് തന്നെയാണ് ഈ കുരുപൊട്ടലിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾക്ക് കിട്ടാത്തത് അനീഷിനെല്ലാം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മക്രിക്കൂട്ടങ്ങൾ എന്നെ ആക്രമിക്കാമെന്നുള്ളൂ, ഞാൻ റെഡിയാണ്. ബൈ ബൈ.